ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അറ്റൻഡർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ജസ്റ്റ് 9ാം ക്ലാസ് പാസ്സായിരിക്കും, അതായത് 9th സ്റ്റാൻഡേർഡ് നിങ്ങൾ പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 10th പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ, 10th ഫെയിൽ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പി എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതാണ് നിങ്ങളുടെ കാണാൻ കാറ്റഗറി നമ്പർ. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് 199/2024. ഇതിലേക്ക് കാണാം ഏത് ഫേമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ കാണാം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ അറ്റൻഡർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ ഇവിടെ കൊടുത്തിട്ടുണ്ട് 5250 മുതൽ 8390 ആണ്. ഇതിന് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിൻ്റെ പ്രതീക്ഷിത വേക്കൻസികളാണ്. അപ്പോൾ വേക്കൻസിയുടെ കറക്റ്റ് എണ്ണം നമുക്കറിയില്ല. ദെൻ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ഏജ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 39 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ ജസ്റ്റ് 9th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക, അതായത് 9ാം ക്ലാസ് നമ്മൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ നിങ്ങൾക്ക് 10th പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി 10th ഫെയിൽ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ജസ്റ്റ് സൈക്കിൾ ചവിട്ടാൻ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും സൈക്ലിംഗ് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം സൈക്കിൾ അറിഞ്ഞാൽ മതി, സൈക്ലിംഗ് അറിഞ്ഞാൽ മതി. ദെൻ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ PSC വഴിയാണ്. ഇപ്പോൾ PSC നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം അതിലൊരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSCയുടെ സൈറ്റിലേക്കായിരിക്കും വരിക. ഇപ്പം ഞാനിതിൽ എൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നോക്കിയാൽ ലോഡായി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ എന്ന് കാണാം. ഈ നോട്ടിഫിക്കേഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ മീൻസ് കാറ്റഗറി നമ്പർ 199/2024 എന്നുള്ള നമ്പർ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഇതാ ജസ്റ്റ് ഞാൻ കാണിക്കുക. ഇവിടെ 190 അവിടെ നമുക്ക് അത് പെട്ടെന്ന് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ 199/2024 ഓക്കെ അടിച്ചു. ഇതാ നിങ്ങൾക്ക് ക്ലിക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജ് ഇവിടെ ലോഡായി നിങ്ങൾക്ക് കാണാം. അറ്റൻഡർ നിങ്ങൾക്ക് കാണാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ 1-2 ക്ലിക്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെയ്യാം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ടൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിലിപ്പം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന, ഇപ്പം ഞാൻ 10th പാസ്സാണല്ലോ. അപ്പം ഇത് 10th ഫെയിലായവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, കാരണം 9th സ്റ്റാൻഡേർഡ് മതി. അപ്പോൾ 2 ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ നമുക്കിവിടെ ടിക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. 10th പാസ്സായവരുടെ കാര്യമാണെങ്കിൽ 9th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്കറിയാം അങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ PSCൻ്റെ ഞാൻ വല്ലാതെ നമ്മൾ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷന് വേറെ വന്നിരിക്കുന്നത് ഡയറക്റ്റിൽ 10 പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എൻഡോക്രൈനോളജി വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ടാണ്. ദെൻ സിസ്റ്റം മാനേജർ, ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ, ഇതൊക്കെ ഡയറക്റ്റ് ആണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ദെൻ ട്രേഡ്സ്മാൻ, പിന്നെ ഇലക്ട്രീഷ്യനൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾ നോക്കട്ടോ. അറ്റൻഡറിൻ്റെതാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് August 14 വരെയാണ് സമയമുള്ളത് കേട്ടോ. August 14 മുന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ PSC ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. PSCയുടെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് അത് ഈ പറയുന്ന ജസ്റ്റ് 9th ക്ലാസ് ഒക്കെ പാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് ഫെയിൽ ആയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു. കാരണം ഇത് അറിയാത്തവരായിരിക്കാം. കാരണം 10ാം ക്ലാസ് ഫെയിലായവരൊന്നും ഇതിലങ്ങനെ രജിസ്റ്റർ ചെയ്തോളണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം. ഇനി അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതറിയാതെ പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ PSCയുടെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതിനനുസരിച്ച് നമുക്ക് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. കാരണം നമുക്കൊരു പ്രൊഫൈൽ ഉണ്ട്, അതിൽ കയറി വയ്ക്കാൻ മതി എന്നുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം കൂടുതൽ ഷെയർ ചെയ്യുക. താങ്ക്